എടണപ്പാ പോയേനെ എന്തെന്നപ്പാ കഴിച്ചിനി കുഞ്ഞളാൻ്റെ വീട്ടിൽ പോയപ്പോൾ കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിനി കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിനി. അസ്സലാമു അലൈക്കും, ഹലോ എവറി വൺ, നമസ്കാരം, വെൽക്കം ടു സർവീറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കുഞ്ഞളാപ്പാൻ്റെ വീട്ടിലെ കുടുക്കാച്ചി ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കുടുക്കാച്ചി ബിരിയാണി ഉണ്ടാക്കുന്നത്. കുടുക്കാച്ചി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ് ഈ കുടുക്ക. ഒരു മൺകലാണത്, അത്യാവശ്യം ചെറിയൊരു മൺകലം, അത് നന്നായിട്ട് മയക്കിയെടുത്ത ഒരു മൺകലാണ്. പിന്നെ വേണ്ടത് അരിയാണ്. 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കുടുക്ക വളരെ ചെറുതാണ്, അപ്പോൾ അത്യാവശ്യത്തിന് കൊള്ളുന്ന എടുത്താൽ മതി. പിന്നെ ഒണിയനാണ്, വലിയ ഉള്ളി, ഒരു 2 ചെറിയ വലിയ ഉള്ളിയാണത്. പിന്നെ ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണ്, പച്ചമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ബദാം വെള്ളത്തിലിട്ടത്. ഒരു 4-5 ബദാം വെള്ളത്തിലിട്ടിട്ട് വെക്കുക. എന്നിട്ട് അത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ 1 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര്, പിന്നെ ഒരു പിഞ്ച് സാഫ്രോണ് പാലിൽ കലക്കിയതാണ്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഇല, ഇതെല്ലാം കൂടെ ഗരം മസാല ആയിട്ട്. പിന്നെ വേണ്ട പൊടിയാണ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് പശുനെയ്യ്. പശുനെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത്യാവശ്യത്തിന് മല്ലിയില, പുതിന. പിന്നെ വേണ്ടത് ഒരു ലെമണിൻ്റെ ജ്യൂസ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻസിലോട്ട് പോവാം. ആദ്യമായിട്ട് ചിക്കൻ ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ അത്യാവശ്യത്തിന് ഗരം മസാല, സോൾട്ട്, 1 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത കട്ട തൈര്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മാരിനേഷൻ ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. ശരിക്കും 1 മണിക്കൂറാണ് വേണ്ടത്. സമയമില്ലെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേഷൻ ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് പ്രോസസ്സ്, അരി ഇടാവുന്ന വെള്ളം ആദ്യം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുക. ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ പട്ടയുടെ ഇല, സിനമൺ. ആ ടൈമിൽ നമുക്ക് നമ്മുടെ കുടുക്ക ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഓയിലും കുറച്ച് ഗീയും ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. എണ്ണയും ഗീയും ഒഴിച്ച് നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി അത്യാവശ്യത്തിന് സോട്ടായിട്ടുണ്ട്. നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അരി നന്നായി തിളച്ച് വരുന്നുണ്ട്. അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നന്നായി ആയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. അത്യാവശ്യത്തിന് മല്ലിച്ചപ്പ്, പുതിന. നന്നായി മിക്സാക്കിയ ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം
ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ചിക്കൻ മസാലയുടെ മുകളിലായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം അത്യാവശ്യത്തിന് മല്ലിയില, പുതിന, ഒരു ടീസ്പൂൺ ഗീ, ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. സാഫ്രോണ്, കുങ്കുമപ്പൂ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ലെമണിൻ്റെ ജ്യൂസ്, നെയ്യിൽ വറുത്തെടുത്ത ഉള്ളി, നട്ട്സ്, പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തതാണിത്. ഈ ബദാം ആഡ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി ഒന്നുകൂടെ ഒരു റിച്ച്നെസ് ഫീലിംഗ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു മുഗളായി ബിരിയാണി സ്റ്റൈലിലാണ് നമ്മളത് സെർവ് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിൽ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ. അത്യാവശ്യത്തിന് മല്ലിയില, പുതിന, ഗരം മസാല, സാഫ്രോൺ, ബദാമിൻ്റെ മിക്സ്, ലെമൺ, ആവശ്യത്തിന് ഘീ, പിന്നെ വറുത്തെടുത്ത ഉള്ളി, നട്ട്സ്. അതിനുശേഷം ഒരു വാഴല ഉണ്ടെങ്കിൽ വാഴല വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം. അപ്പോൾ അത് സ്റ്റീം പോകുമ്പോൾ വാഴലയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിലും നിർബന്ധമല്ല, നമുക്ക് ഫോയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇത് മൊത്തത്തിലൊന്ന് ഫോയിലോട്ട് കവർ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. സ്റ്റീം തീരെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. തീ വളരെ സിമ്മിലിട്ട ശേഷം എയർ ടൈറ്റായിട്ട് നമ്മളൊരു കട്ടിയുള്ള ഒരു മൂടി, നല്ലൊരു കട്ടിയുള്ള മൂടി കൊണ്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം 40 മിനിറ്റ് ദമ്മിട്ട് വെച്ച ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ 40 മിനിറ്റ് ദമ്മ് ഇട്ട ശേഷം ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായി നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി. നല്ല ചൂടുണ്ട് കുടുക്ക. ഫോയിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇലയും കൂടെ എടുത്തു വെക്കാം. നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇടണപ്പാ പോയേനെ എന്തെന്നപ്പാ കഴിച്ചിനെ, കുഞ്ഞളാൻ്റെ വീട്ടിൽ പോയപ്പോൾ കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിനി, കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിനി. ഇടണപ്പാ പോയേനെ എന്തെന്നപ്പാ കഴിച്ചിനെ, കുഞ്ഞളാൻ്റെ വീട്ടിൽ പോയപ്പോൾ കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിനി, കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിനി.